എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ബത്തക്കടുത്തുള്ള ഏകദേശം 10-1.5 കിലോമീറ്റർ അപ്പുറത്ത് ചെയ്ത് ചെയ്യുന്ന ധീരക്കടുത്തുള്ള അൽത്തുമേരി ഗേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അൽത്തുമേരി ഗേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല എന്തോ സംഭവമാണെന്ന്. സത്യം പറഞ്ഞാൽ അതൊരു ഹിസ്റ്റോറിക്കൽ ഗേറ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേട്ടോ. എൻട്രൻസ് ടു ദ ഓൾഡ് റിയാദ് എന്ന പേരിലും നമ്മുടെ ഈ അൽത്തുമേരി ഗേറ്റ് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അധികം ദൂരമൊന്നും പോകുന്നില്ല അവരില്ലാത്തതുകൊണ്ട്. അപ്പം ഇന്ന് പോകുമ്പോൾ വേറൊരു കാര്യം ഇവിടെ ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പം എത്രത്തോളം സേഫ് ആണെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ട്രാവലിംഗ് വീഡിയോ അല്ലെങ്കിൽ ട്രക്കിംഗ് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. നമ്മളിന്ന് വണ്ടിയിലൊന്നുമല്ല പോകുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശം നടക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കൂടുതലുള്ള ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. അവർക്ക് ഓരോ കാര്യങ്ങളായിട്ട് ബിസിയിലാണ് അവർ. അപ്പോൾ എന്തായാലും അവർ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ നിങ്ങൾ കണ്ടവർക്ക് അറിയാം. നമ്മൾ പുറത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ ചെറിയൊരു വീഡിയോ റൂമിലിരുന്നിട്ട് ഞാൻ ചെയ്താൽ കേട്ടോ. അപ്പം എന്തായാലും നമ്മളെന്തായാലും വെളിയിൽ പോവാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ അവരില്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ട്രക്കിംഗ് ആയിട്ട് അടുത്തുള്ള സ്ഥലങ്ങളിൽ പോയി കാണേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് 2 ആഴ്ച കൂടുമ്പോഴാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എന്തായാലും നമ്മളെന്തായാലും ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യും. അവരില്ലെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് പോകും. പക്ഷെ അവരും ഉണ്ടാവും കേട്ടോ. മിക്ക വീഡിയോയിലും അവരും ഉണ്ടാവും. അവരില്ലാത്ത ദിവസങ്ങളിൽ എന്തായാലും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോകും. അപ്പോൾ ഒറ്റയ്ക്കുള്ള ഒരു ട്രക്കിങ്ങും ട്രാവലിങ്ങും ഒക്കെ അതും വേറൊരു ഫീലാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നവരോ, നമ്മൾ ബത്തേരി ലുലുവിൻ്റെ അടുത്താട്ടോ. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക. ഗൂഗിൾ മാപ്പ് ചെറുതായിട്ട് പണിയൊക്കെ തരും. നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ലുലു മാളാട്ടോ. ഇവിടെ ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബത്തേരിയിൽ നമുക്ക് ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എവിടെ പോകാനാണെങ്കിലും ഇതുപോലെ ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മളെ നേരെ ഫ്രണ്ടിൽ തന്നെ ബസ് നിൽക്കുന്നുണ്ട്. ഇതൊരു ബസ് സ്റ്റോപ്പ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ബസ് സ്റ്റോപ്പ് കണ്ടപ്പോൾ വെറുതെ ഒന്ന് കയറി വീഡിയോ എടുത്തോ. നമ്മളത് അതിനെന്തായാലും നമ്മളെ യാത്ര വരികയാണ്. ഏകദേശം ഇനി 600 മീറ്റർ ഇനി മുന്നോട്ട് പോകാനുണ്ട്. എന്തായാലും നമുക്ക് അവിടെ പെട്ടെന്ന് എത്താൻ നോക്കാം. അതെ, ഫ്രണ്ട് കണ്ടോ ബസ്. സംഭവം സെറ്റ് കേട്ടോ. എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പോൾ അത് കയറി ചെല്ലുന്നവിടെ തന്നെ ഇതിൻ്റെ ഒരു ഘടന കൂടെ വരച്ചിട്ടുണ്ട് കേട്ടോ. അത് വായിച്ചിട്ടൊന്നും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കിയാൽ മതി. നിയർ ബത്ത ടൂറിസ്റ്റ് പ്ലേസസ് എന്ന് അടിച്ചാൽ നമുക്ക് ഇതും അതിൽ കിട്ടും കേട്ടോ. ഗൂഗിൾ മാപ്പിൽ കിട്ടും. അപ്പോൾ ഗൂഗിൾ മാപ്പിലും സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എന്തായാലും നമ്മളിപ്പോൾ ഇവിടുത്തെ മൊത്തത്തിലുള്ള കാഴ്ചകൾക്കൊന്ന് കാണാം. സംഭവം നൈസാണ്. പഴയ കാലത്ത് ആൾക്കാർ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയൊരു ബിൽഡിങ്ങില്ലേ, അതാണ് കേട്ടോ സംഭവം. സംഭവം നൈസാണ് ഇവിടെ വന്ന് കാണുമ്പോൾ. ഇത് മാപ്പ് നോക്കി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് നമ്മൾ മാപ്പ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ബത്തേന്ന് സ്ട്രൈറ്റ് പിടിച്ചാൽ ലുലു കഴിഞ്ഞ് കുറച്ചൊരു ഫ്രണ്ടിലേക്ക് നമ്മൾ ബ്രിഡ്ജില്ലേ, ആ ബ്രിഡ്ജ് കേട്ടോ കാണുന്നത്. ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് റൈറ്റ് സൈഡിൽ ഒരു 500 മീറ്റർ മുന്നോട്ട് നടന്നാൽ എത്താവുന്ന ഒരു പ്ലേസ് മാത്രമാണിത്. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നിൽക്കുന്ന ഈ ബിൽഡിങ്ങില്ലേ, നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ കാണാം. നമുക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പം അതിൽ കാണുന്ന പോലെ തന്നെ ഇതുണ്ടോ സംഭവം നൈസാണ്. ഇത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ചെറിയ ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഇത് ഞാൻ മറ്റേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് വിക്കിപീഡിയയിലൊക്കെ കാണിച്ചത് ഒരു പാലസ് എന്ന് കേട്ടോ കാണിച്ചത്. പാലസ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള കറക്റ്റ് അറിയാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും ക്ലോസ്ഡ് ആണ്. നമുക്ക് എന്തായാലും ഇപ്പോൾ അതിൻ്റെ ടോപ്പിൽ ഉള്ളിൽ കയറാൻ പറ്റിയൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ കയറാൻ പറ്റില്ല. പക്ഷെ എന്നാലും ജസ്റ്റ് നമുക്ക് അവിടെ ഒരു കോണിയൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറി നോക്കാം എങ്ങനെ ഉണ്ടാവും വ്യൂ എന്നൊക്കെ നോക്കി നോക്കാം. സംഭവം നൈസായിരിക്കും. ഇത് വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് വന്നിരിക്കാൻ പറ്റിയൊക്കെ സമയം ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. അതിൽ കൂടുതലായിട്ട് നമുക്ക് ആൾക്കാരോട് റെക്കമെൻഡ് ചെയ്യാനൊന്നും അതിന് മാത്രമൊന്നും ഇല്ല. ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഭാഗത്താട്ടോ. നമ്മളിപ്പോൾ ബാക്ക് ഭാഗത്താണ് വന്നിരുന്നത്. അത് റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ് കാണുന്നത് കംപ്ലീറ്റ് മണ്ണാട്ടോ. കല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, കംപ്ലീറ്റ് മണ്ണാണ്. ഇതിൻ്റെ മുമ്പിൽ ഇതുപോലെ വലിയ എന്തോ മരത്തിനെ കൊണ്ടുണ്ടാക്കിയൊരു ഡോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മുകളിൽ ഇതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈറ്റ് ഇതുള്ള വ്യൂ നൈസായിരിക്കും. നൈറ്റ് ഇവിടെ വന്നാൽ ഫുള്ള് കളറായിരിക്കും കേട്ടോ. അതുപോലെ ഇവിടെ ഒരു കൂമ്പാരം കാണാം.
ഒരുപാട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ ഫാമിലീസ് വരുന്നതായിരിക്കണം വൈകുന്നേര സമയങ്ങളിലൊക്കെ. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച കൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ ആളുകളൊക്കെ വരാൻ മതി. നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിലും കയറി വെക്കാം. മുകളിലത്തെ വ്യൂ എങ്ങനെ ഉണ്ട് കയറി വെക്കും. ഇതുപോലെ സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചിട്ടോ. സംഭവം പൊളിയാട്ടോ. ആളുകളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്, ക്യാമറയും പിടിച്ചിങ്ങനെ നിൽക്കണുണ്ട്. സംഭവം നൈസ്. ഇവിടെ ഇതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നൈറ്റ് ആട്ടോ എന്താ ഇതിൻ്റെ വ്യൂ അടിപൊളിയായിരിക്കുക. അത്രയ്ക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടോ ലൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ലൈറ്റ് പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോളൊക്കെ. അവിടുന്ന് ലൈറ്റ് മാത്രം വരുന്ന ഒരു വ്യൂ ഒന്ന് ആലോചിച്ച് നോക്ക്. പല കളറുകളിലായിട്ട് സെറ്റ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ളൊരു ഒരു ക്യൂരിയോസിറ്റി, ഒരു ആകാംക്ഷ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്കത് ഓപ്പൺ ആവുന്ന ദിവസം എന്താണെന്നൊന്നും അറിയില്ല. ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അവിടെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് നോക്കാം എന്താ ഇതിൻ്റെ ഉള്ളിലുള്ളതല്ലേ. ചിലപ്പോൾ എന്തെങ്കിലും ഹിസ്റ്റോറിക്കലായിട്ടുള്ള വല്ല സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിലോ. അധികം ആൾക്കാർക്കൊന്നും അറിയാത്ത ഒരു ഹിഡൻ പ്ലേസ് ആട്ടോ. എന്തായാലും പത്തുള്ള ആൾക്കാർ ഇവിടെയൊക്കെ ഒന്ന് വന്ന് നോക്കുക. ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. സംഭവം വലുതായിട്ടൊന്നും കാണാനില്ല, പക്ഷെ നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ സംഭവങ്ങളും അതുപോലത്തെ എന്ത് കണ്ടില്ല, മണ്ണായിട്ട് ഉണ്ടാക്കിയൊരു ബിൽഡിങ് ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്കിത് വന്ന് കണ്ടില്ലെങ്കിൽ നഷ്ടം തന്നെയാണ്. നമ്മൾ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ ചളി കൊണ്ടൊക്കെ ചെറിയ ചെറിയ കൂടാരങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലത്തെ വലിയൊരു കൂടാരം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് നീണ്ട് മുന്നോട്ട് റോഡൊക്കെ പോകുന്നുണ്ട്. അങ്ങോട്ടാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. സംഭവം വൺവേയാണ്. അവിടുന്ന് ഇങ്ങോട്ട് മാത്രം വണ്ടി വരുന്നുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള കാഴ്ച നോക്കിയാൽ രണ്ട് സൈഡിലും മരങ്ങളും നടുവ് കൂടെ വാഹനങ്ങളൊക്കെ വരുന്നത്. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്താ പറയുക, ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ നൈസാട്ടോ. റോഡ് എന്ന് പറയാൻ മാത്രമല്ല, നൈസായിട്ട് ചെറിയ ഒരു വഴി, നല്ല അടിയിൽ കല്ലൊക്കെ വിരിച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരണം. പക്ഷേ നമുക്ക് നാട്ടുകടുത്ത് റിയാദിൽ ഒരുപാട് സ്ഥലങ്ങൾ പോകേണ്ടി വരും. ഇൻഷാ അല്ലാഹ് അവിടെയൊക്കെ പോകണം. അടുത്തുള്ള വീഡിയോസും കാര്യങ്ങളായിട്ട് നമ്മൾ എന്തായാലും തിരിച്ചു വരും. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലം ഇപ്പോൾ പിരിയാം. സംഭവത്തിൽ നൈസാണ്. പണ്ട് കാലത്ത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ബിൽഡിങ്, അത് ഇപ്പോഴത്തെ ഈ സൗദി അറേബ്യൻ്റെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ഇങ്ങനൊരു സംഭവം കാണുക പറഞ്ഞാൽ മാക്സിമം ഇതൊക്കെ വന്നിട്ട് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. സംഭവം നൈസാണ്. വൈകുന്നേരങ്ങൾ ഇതുപോലെ ഇപ്പോൾ ഫാമിലീസൊക്കെ വന്നു തുടങ്ങിയിട്ടോ. ഫാമിലീസൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. നല്ല കാറ്റും അതിനനുസരിച്ച് വ്യൂ, ഫുള്ള് മണ്ണായിട്ടുണ്ടാക്കിയ ബിൽഡിങ്ങും കൂടി ഒരു വൈബ് തന്നെ കേട്ടോ. ഒരു നൊസ്റ്റാൾജിക് വൈബാണ്. നൊസ്റ്റാൾജി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഈ ഗേറ്റിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാട്ടോ. എന്തായാലും നമ്മൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നേരം അപ്പോൾ തൽക്കാലം നമുക്ക് പിരിയാം. അപ്പോൾ ശരി.